സൂര്യ കുറച്ചുകൂടി ട്വിസ്റ്റ് ചെയ്തിട്ട് മഞ്ചി. ഓക്കെ ഓക്കെ ബ്രേക്ക്. എന്താണ് ഇവിടെ പടായടാ നീ? നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞ ഫൈനൽ ഒരു മീറ്റിംഗ് ആയിരുന്നടാ, അത് ലാസ്റ്റ് മിനിറ്റ് ആയപ്പോ ക്യാൻസൽ ചെയ്തു. അപ്പൊ ഞാൻ പോന്നു. ജേക്കബട ഭയങ്കര ടെൻഷനിലാന്ന് തോന്നണ്ടല്ലോ. പിന്നെ ഇല്ലാണ്ടിരിക്കുമോ? നാളെയല്ലേ മാച്ച്, ആ വിഷയമാണ് ഓപ്പണന്റ്. നിനക്കറിയാല, അവനൊരു അവസരം നോക്കി നടക്കുകയാണ്. അതോട്ട് മോനെ സൂര്യ നോക്കി കണ്ടോ കളിച്ചോ? അതൊക്കെ അവൻ നോക്കിക്കോളൂ. നമ്മടെ സൂര്യ പൊളിച്ചു കൊടുക്കൂലേ? ഇല്ലടാ. ആരടാ? കൊറേ നേരമല്ല, അവളാണോ? ആടൊക്കെ അവളെയും കുട്ടി ഒന്ന് പുറത്തുവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനാണ് ഈ കിടന്ന് വിളിച്ചോണ്ടിരിക്കണം. എടാ കോലെടുക്കണമെന്നാ എന്തായാലും അവളുടെ വാലെടുക്കണ നീ തന്നെ ആക്കണം. ഞാൻ തന്നെ കേക്കണ്ട കളിയാ. പിന്നല്ലാണ്ട് ഞാനാ? നീയല്ലേ കട്ട് ചെയ്തോണ്ടിരുന്നത്. എടാ പട്ടി തെണ്ടിച്ചട്ടെ നാറി. ഇവിടെ പോയി കിടക്കണ മാങ്ങാന് പറ. അരമണിക്കൂറെ കിടക്കണ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആട്ടം നമുക്ക് വാങ്ങാൻ പോകണ്ട. അമ്മൂമ്മക്കല്ല നിന്റെ കുഞ്ഞമ്മക്ക്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഞാൻ സൂര്യയുടെ അവിടെ ഉണ്ട്. അവന്റെ മാച്ചാണ് നാളെ. അവനെ കണ്ടിട്ട് പോവാന്ന് വെച്ചിട്ട് കേറിയതാ. ഇപ്പൊ ആരാ? സൂര്യേട്ടനുണ്ടോ അവിടെ? ഒന്ന് കൊടുത്തേ. സൂര്യേട്ടൻ മാത്രല്ല, ജേക്കബേട്ടനുണ്ട്. ഫോൺ സ്പീക്കറില. നീ എന്താന്ന് വെച്ചാ പറഞ്ഞ. അല്ലടി, നീ നാളെ വരത്തില്ലേ? പിന്നെ എന്നെ കൊണ്ടുപോയില്ലെങ്കിലും ഞാൻ ഒറ്റക്ക് വരും. ഇവിടെ ചിലവർക്ക് നമ്മളൊന്നും കണ്ണിന് കണ്ടൂടാ. അതെന്താ അങ്ങനെ ഒരു ഡോക്ക്? നമ്മുടെ കൊച്ചിന് ആർക്കാ വേണ്ടാത്ത? അവനടിച്ചൊക്കെ പൈപ്പാക്കാല. എന്നാ പരിപ്പെടുത്താ ഫോൺ പിടിച്ചിരിക്കണ കോഴിക്ക് എടുത്തു കൊടുക്കും. നീ ഉണ്ടല്ലോ വെച്ചിട്ട് പോയ നീ. കണ്ട ഒഴിവാക്കിയ പട്ടി നോക്ക് സൂര്യേട്ടാ. നീ അറിഞ്ഞോണ്ടെടുത്ത് ആലോചിച്ചല്ലേ? അനുഭവിച്ചോ? വേണ്ടട്ടാ. എടി നീ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ഞാൻ ഇറങ്ങി. 5 മിനിറ്റിനെങ്ങാനുള്ളിൽ നീ വന്നില്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പോകും. അവളെ കാര്യം ഞാൻ പറഞ്ഞേക്കാം. എൻഗേജ്മെന്റും കഴിഞ്ഞ് രണ്ടും കെട്ടാറായി. എന്നിട്ട് ഈ രണ്ടിനൊരു മാറ്റൂലല്ലോടെ. അത് ചേക്കപ്പെടാൻ കേട്ടിട്ടില്ലേ? ഈ ചങ്കര വീണ്ടും കോക്കനട്ടുടെ മണ്ടേന് അങ്ങനത്തെ ഐറ്റംസാണ്. എന്നാ ശരി ചേക്കപ്പേട്ട, ഞാൻ ഇറങ്ങട്ടെ. ഇനിയും ചെയ്തില്ലെങ്കിൽ അവള് വലിച്ചേറി ഭിത്തിയിലൊട്ടിക്ക്. അപ്പൊ മാം പൊളിക്കുന്ന ആളാ. ഓൾ ദ ബെസ്റ്റ്.
സൂര്യ, ഓൾ ദ ബെസ്റ്റ്. അവനങ്ങ് അടിച്ചേർപ്പിച്ചിട്ട് വാ സൂര്യേട്ടാ. Welcome back, Mr. Surya. Once again, we are on the same line. കഴിഞ്ഞ വട്ടത്തെ പോലെ ലാസ്റ്റ് മിനിറ്റ് ഇട്ടിട്ട് ഓടാനാണെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ട ആവശ്യമുണ്ടായിരുന്നില്ല. 3 വർഷമായി ഞാൻ റിങ്ങി കയറിയിട്ടു. അന്നും ഇന്നും നീ തന്നെയാണ് എൻ്റെ ഒപ്പോണൻറ്റ്. ആവേശം നല്ലതാ, പക്ഷേ ഉപദേശിക്കാൻ വരുമ്പോൾ അതിന് സ്വയം യോഗ്യത ഉണ്ടോയെന്ന് ആലോചിക്കും. അയ്യോ സൂര്യേട്ടാ. സൂര്യ, സൂര്യ, കാർത്തി, ഏട്ടന്റെ കണ്ണിന്റെ അവിടെ നല്ല ഇഞ്ചുറി ഉണ്ട്. എന്താ ഇപ്പൊ ചെയ്യാ? സൂര്യ, പോയിന്റ്സ് വെച്ച് നമുക്കിനി ജയിക്കാൻ പറ്റില്ല. ദ ഓൺലി വേ ഈസ് നോക്കൗട്ട്. സൂര്യേട്ടാ, ആർ യു ഓക്കേ? സൂര്യ, ആരു? ഡോ, താൻ ആരെ നോക്കി കിടക്ക? പോയി നീച്ചടിക്കടോ.
എന്താണ് മോനെ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ദാ, പയ്യന്നൂർ കോളേജിലെ ദേഷ്യക്കാരനായ മർഡൻ സഖാവിനെ മെരുക്കിയെടുക്കാൻ അവളെ ഉണ്ടായിരുന്നുള്ളൂ. ആര്? അല്ല, അരുവി. അവനെ ബോക്സിങ്ങിലേക്ക് കൊണ്ടുവന്നതും അവള് തന്നെയാണ്. കോളേജിലെ ഓരോ ചുവരിലും അവരുടെ പ്രണയ നിമിഷങ്ങൾ ഒപ്പിയേറിപ്പെടുമ്പോഴും അവരുടെ പ്രണയം കണ്ട പ്രകൃതി നാണം കൊള്ളുമ്പോഴും അവരറിഞ്ഞില്ല. ചോരവാർപ്പിന്റെ പ്രതീകമായ ചുവന്ന കൊടിയുമായി നടക്കുന്ന തന്റെ സഖാവിന്റെ നെഞ്ചിലെ ചോരയായി തന്റെ സഖി മാറുന്നു. ആരുവിന്റെ മരണശേഷം 3 വർഷത്തോളം കഴിഞ്ഞ് മെന്റൽ അസീലത്തിൽ നിന്ന് തിരിച്ചിറങ്ങിയ അവനിൽ നിന്ന് ഞങ്ങൾ ഒത്തിരി മാറ്റങ്ങളൊന്നും കണ്ടില്ല. അവൻ ഇന്നും ആരുവിന്റെ ഓർമ്മകളിൽ തന്നെയാണ് ജീവിക്കുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയാൻ ഒത്തിരി വൈകിപ്പോയി. അവളുടെ ഓരോ ചെറിയ ആഗ്രഹങ്ങൾ പോലും നടപ്പിലേറ്റാനുള്ള ജീവിതോട്ടത്തിലാണ് അവൻ. ആരും അന്നും ഇന്നും അവന്റെ ബലഹീനത തന്നെയാണ്. അവൾ ഇപ്പോഴും അവന്റെ കൂടെ ഉണ്ടെന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അവൻ തളരുന്ന അവസരങ്ങളിൽ എന്നും അവള് തന്നെയാണ് കൂടെ നിന്ന് അവനെ വിജയിപ്പിച്ചിരുന്നത്. എന്നും. കാർത്തിയേട്ടാ, സൂര്യേട്ടൻ അടിയേറ്റിടന്നപ്പോ കാർത്തിയേട്ടൻ എന്തിനാ ആരുടെ പേരറിഞ്ഞത്? മേഘങ്ങളാൽ കൊണ്ട് മറിഞ്ഞിരുന്ന സൂര്യന്റെ ജീവിതത്തിലേക്ക് നറുശബ്ദത്താൽ ആകർഷിപ്പിച്ച് തിളക്കമാറിയവളാണ് അരുവി. സൂര്യൻ എന്നും അരുവിയുടെ ശബ്ദത്തിലും ഭംഗിയിലും ലയിച്ചിരുന്നു. തന്റെ പ്രകാശത്തിനെ കാണിച്ചു തന്ന് തന്നെ തന്നെ മനസ്സിലാക്കി തന്നവളാണ് അരുവി. പക്ഷേ സൂര്യന്റെ അതിപ്രഹരം കാരണം അരുവി വറ്റിയതും ആ സൂര്യനെ വീണ്ടും മേഘങ്ങളാൽ കൊണ്ട് മൂടിയതും ഒരൊറ്റ ദിവസം കൊണ്ടാണ്. ഏറെ ദൂരത്താണെങ്കിലും അരുവിക്ക് വേണ്ടി സൂര്യയും സൂര്യക്ക് വേണ്ടി അരുവിയും കാത്തിരിക്കും, നീല നിലാവിനായി കാത്തിരിക്കുന്നത് പോലെ.